ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബ്രോക്കോളി കൊണ്ട് രുചികരമായ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ബ്രോക്കലി തോരൻ ഉണ്ടാക്കാനായി ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ബ്രോക്കലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞൾ ഉപ്പിട്ട വെള്ളത്തിൽ 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം. ഇനി ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് പുഴുക്കളോ വല്ലതും ഉണ്ടെന്നുള്ള സംശയമുള്ള ബ്രോക്കലിയാണെന്നുണ്ട് കോളിഫ്ലവർ ചെറിയ പീസായിട്ട് അടത്തിയിട്ട് കഴുകിയെടുക്കുന്ന പോലെ കഴുകിയെടുത്താൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനുള്ള സൗകര്യത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ളതും കണ്ടിട്ട് കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് മുഴുവനോടെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കഴുകിയെടുത്തതാണ്. മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ്. ഇതിൻ്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ട് ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കൊത്തിയിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റി. ഇനി പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഒഴിക്കാം. ഇതൊരു ഹെൽത്തി ഡിഷ് ആയതുകൊണ്ട് ഇതിൽ കുറച്ചെണ്ണ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് തീ കുറച്ച് വെച്ച് ഇഞ്ചി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം 2 വറ്റൽമുളക് കൂടെ ചേർക്കുന്നുണ്ട്. എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല, കറിവേപ്പില ഇതിൽ ചേർക്കണം. ബ്രോക്കോളി ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് ഇവർക്കൊക്കെ ഏകദേശം ഒരേ മണമാണ്. ആ സ്മെല്ലിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ഇഞ്ചി ഇതുപോലെ മൂപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പം ഇഞ്ചി മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്തതും ഇതോടൊപ്പം ഒരു വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർക്കാം. ബ്രോക്കോളി വേഗം വെന്ത് കിട്ടും, അതുകൊണ്ട് ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടി വന്നതിന് ശേഷം ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ ഈ മഞ്ഞളുടെ പച്ചമുളക് ഒന്ന് മാറി ഒന്ന് മൂത്ത് വന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളിയും കൂടെ ഇതിലോട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇതിലധികം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ രുചി മുമ്പിട്ട് നിൽക്കും, അതുകൊണ്ട് കുറച്ച് മാത്രം തേങ്ങ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ ഒരു നനവും ആവിയൊക്കെ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല വെക്കുന്നതെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതെ. ഇത് അധികം വെന്ത് കളർ മാറാൻ വേണ്ടി നിൽക്കരുത്. വായിലിട്ട് നോക്കുമ്പോൾ ആ പച്ചപ്പ് മാറി വെന്ത് വന്നാലുടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഓവർ കുക്കായി പോകരുത്, അതിനു മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങണം. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ എല്ലുകളുടെയും പേശികളുടെയും ശക്തി വർദ്ധിപ്പിക്കാനും കൊളാജിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ചർമ്മത്തിനും അങ്ങനെ നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബ്രോക്കോളി. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്, ഉപ്പും പാകത്തിനുണ്ട്. മസാലക്കുത്തുകളില്ലാത്ത സിമ്പിളായിട്ടുള്ള നല്ല രുചികരമായ ബ്രോക്കോളി തോരൻ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് തന്നെയായിട്ട് കഴിക്കാനും നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു.